ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കിഷ്കിന്ദ കാണ്ഡം ഇഷ്ടപ്പെട്ടവർ ഇതും ഇഷ്ടപ്പെടും. ആൻഡ് അവർ ഓരോരോ നിമിഷം യു ഹാവ് യുവർ ഓൺ മൈൻഡ്. അഭിനയം എല്ലാവരുടെയും നല്ലതായിരുന്നു. സന്ദീപിൻ്റെ എസ്പെഷ്യലി അബ്സല്യൂട്ട്ലി ഗ്രേറ്റ്. വിനീത് ചേട്ടൻ, നരേൻ ചേട്ടൻ, സംഗീത, എല്ലാവരുടെയും അശോകേട്ടൻ, എല്ലാവരുടെയും നല്ലതായിരുന്നു. Absolutely great. Ramesh has done a great job. Director has done a great job. Script നല്ലതാണ്. Climax is excellent. Everybody must watch it. തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഈ കഴിഞ്ഞ 2 സിനിമകളെ പോലെ തന്നെ ഈ ആനിമൽസിന് ഭയങ്കര ഒരു പ്രസൻസ് ഉണ്ടോ ഈ സിനിമയിൽ? യെസ്, കിഷ്കിന്ദ കാണ്ഡത്തിൽ ആനിമൽ പ്രസൻസ് ഉണ്ടെന്ന് വിചാരിച്ചാൽ ഇത് അതിനെക്കാട്ടിലും കൂടുതലാണ്. ആനിമൽ ഹ്യൂമൻ ഇന്ററാക്ഷൻ കൂടുതലാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോൾ സ്പോയിലർ ഫ്രീഡം എന്ന് പറയുന്ന ഒരു കോർ ടോപ്പിക്ക് പറയുന്നുണ്ട്. ആ ഒരു ടോപ്പിക്കിനെ ആനിമൽസായിട്ട് ബ്ലെൻഡ് ചെയ്ത് അത്രത്തോളം ഭയങ്കര ഒരു പീക്ക് ലെവലിൽ അല്ലെങ്കിൽ വേറൊരു കോംപ്ലിക്കേറ്റഡ് സ്റ്റോറി ലൈനിലൂടെയൊക്കെ പോകുമ്പോൾ അത് എത്രത്തോളം നമുക്ക് കൺവിൻസിംഗ് ആയിട്ട് വരുന്നുണ്ട്. കൂടുതൽ പറഞ്ഞ് സസ്പെൻസ് കളയാണ്ടിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് ആൾക്കാർ പടം വന്ന് കണ്ട് ഓണായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ബെറ്റർ. സോ നമ്മൾ എന്ത് ചെറിയൊരു കാര്യം പറഞ്ഞാലും അതിൻ്റെ സസ്പെൻസും ത്രില്ലും. സോ ഡയറക്റ്റായിട്ട് തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഈ ആക്ടേഴ്സ് എല്ലാം എക്സലൻറ്റ് പെർഫോമൻസ്. ഫസ്റ്റ് വാച്ച് തിയേറ്റർ വാച്ച് മൂവിയാണ്. ിലോ അല്ലെങ്കിൽ ചെറിയൊരു സ്ക്രീനിന് വേണ്ടി ചെയ്ത സിനിമയല്ല. പിന്നെ സൗണ്ട് ഡിസൈൻ, മ്യൂസിക് എല്ലാം തിയേറ്ററിന് വേണ്ടിയുള്ളതാണ്. പിന്നെ തിയേറ്ററിൽ വരുന്നവരോട് പറയാനുള്ളത്, ഒരു ഡയലോഗ് മിസ് ചെയ്യാതെ കാണുക. നിങ്ങൾ പലതവണ കണ്ടാൽ മാത്രം മനസ്സിലാവുന്ന ഒരുപാട് പേര് എക്കോയിലുണ്ട്. ഇപ്പോൾ ഞാനത് ഇന്നലെ പ്രീമിയറിന് കണ്ടു. ഇത് 2ാം തവണയാണ് കാണുന്നത്. ഇന്നലെ എനിക്ക് കണ്ടതിനെക്കാട്ടിലും മികച്ച എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്ന്. 100% കിഷ്കിന്ദാണ്ടുമായിട്ട് കമ്പയർ ചെയ്തത് കിഷ്കിന്ദാണ്ട് കുറച്ചും കൂടി ഒരു ഇമോഷണൽ സ്വഭാവമുള്ള ഒരു ഫാമിലി ഡ്രാമയാണ് കുറച്ചും കൂടി. ഇതങ്ങനെയല്ല, ഇത് മിസ്റ്ററി ത്രില്ലറാണ്. മിസ്റ്ററി ത്രില്ലറിൻ്റെ മലയാളത്തിൽ നിന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ വെക്കാൻ പോകുന്ന ബെഞ്ച് മാർക്കാണ്. ആക്ട്രസിൻ്റെ അഭിനയം നിങ്ങൾ തന്നെ കണ്ട് വിലയിരുത്തുന്നതാണ്. മലയാളത്തിൽ നിന്ന് ഇങ്ങനൊരു സിനിമ വിനീത്, ലെജൻഡറി ആയിട്ടുള്ള ആക്ടർ നരേൻ ചേട്ടൻ, സന്ദീപ്, സഹീർ മുഹമ്മദ്, അതുപോലെ ഇതിനകത്ത് പുറത്ത് പറയാനാവാത്ത 1-2 ക്യാരക്ടേഴ്സ് കൂടിയുണ്ട്. അവരുടെയൊക്കെ തുല്യം കൂടിയുണ്ട്. ടീച്ചറിൽ കാണുന്നത് വെറും ടീച്ചർ മാത്രമാണ്. ഇതാണ് ആക്ച്വലി തിയേറ്ററിൽ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. ഇപ്പോൾ നേരത്തെ കിഷ്കിന്ദാണ്ടത്തിൻ്റെ കാര്യം ചോദിച്ചതുപോലെ സിനിമാറ്റോഗ്രഫിയിലൊക്കെ നമ്മൾ കിഷ്കിന്ദാണ്ടത്തിനെക്കാട്ടിലും 10-20 ഇരട്ടി മടങ്ങ് ഭാഗവേഷത്തിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഇതിലും ആനിമൽസിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്, സിഗ്നിഫിക്കൻറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം പോലെ തന്നെ ഇതിൽ ആനിമൽ ഇമ്പോർട്ടൻസ് പലപ്പോഴും ഇതിന് മുന്നേയും ലോകിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറായിട്ട് ഒരു സീറ്റാണ് വരുന്നത്. ഇതും ആ ഒരു ഇമോഷൻ നന്നായിട്ട് നമുക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൽ ടെക്നീഷ്യൻസ് എല്ലാം നല്ല രീതിയിൽ വർക്ക് മെയിലെല്ലാം കണ്ടപ്പോൾ അങ്ങനത്തെ റെയിൻബോ എല്ലാം ചെയ്തപ്പോൾ കഷ്ടപ്പെട്ട് ചെയ്തതാണ്. അതിൻ്റെ ഒരു റിസൾട്ട് വന്നിട്ടുണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആൾക്കാരെ കയ്യടി കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നും. കിഷ്കിന്ദാകാണ്ഡത്തിന് ഒരു ആശയായാലും കയ്യടിയായാലും നമുക്ക് ഭയങ്കര കയ്യടി കിട്ടിയപ്പോൾ ഹാപ്പി. താങ്ക് യു.